സൈന്യത്തിന് സഹായിച്ച ഒരു കുട്ടി. ആ കുട്ടിയുടെ പഠന ചെലവെല്ലാം സൈന്യം ഏറ്റെടുക്കുന്നു. പഞ്ചാബിൽ നിന്ന് കേൾക്കുന്ന ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ കഥ അതെന്താണ്? അതായത് ഫിറോസ്പൂർ ജില്ലയിലെ മംദോദ് എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ് ഇപ്പോൾ ഒരു 10 വയസ്സുകാരനെ കൊണ്ട് വലിയ അഭിമാനത്തിന്റെ നെറുകയിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഉം. ആ കുട്ടി എന്താണ് ചെയ്തത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതായത് ഉം. പ്രത്യേകിച്ച് വലിയ കാര്യമെന്ന് നമുക്ക് വലിയ എന്തോ ഒരു ഭയങ്കരമായ കാര്യം, അതിസാഹസികമായ കാര്യം ചെയ്തു എന്നുള്ളത് നമുക്കങ്ങനെ പെട്ടെന്ന് വിശ്വസിക്കാൻ കഴിയില്ലല്ലോ സാധാരണഗതിയിൽ. അതൊരു കുട്ടി 10 വയസ്സുകാരൻ. പക്ഷെ ഇവിടെ അവൻ അത് ചെയ്തു എന്നുള്ളതാണ്. 10 വയസ്സിൽ, തൻ്റെ 10ാമത്തെ വയസ്സിൽ തനിക്ക് ചുറ്റും നടക്കുന്നത് എന്താണെന്ന് തിരിച്ചറിയുകയും അതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് കൃത്യമായ ബോധ്യം ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ് അവൻ്റെ യുക്തിബോധത്തിന്റെ അല്ലെങ്കിൽ അവൻ്റെ ബുദ്ധിവികാസത്തിന്റെ ഏറ്റവും വലിയ ലക്ഷണം എന്നുള്ളതാണ്. ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പഞ്ചാബിലെ താരാവാലി ഗ്രാമത്തിൽ ഒന്ന് കൂട്ടിച്ചേർക്കട്ടെ, അതായത് കൃത്യമായ ഔചിത്യ ബോധം രാഹുൽ ഗാന്ധിക്ക് ഇല്ലാത്ത കാര്യം. അതെ, 55 വയസ്സിലും രാഹുൽ ഗാന്ധിക്ക് ഇല്ലാത്ത ഔചിത്യ ബോധം ഈ 10 വയസ്സുള്ള കുട്ടിക്കുണ്ട് എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പഞ്ചാബിലെ താരാവാലി ഗ്രാമത്തിൽ പോസ്റ്റ് ചെയ്ത സൈനികർ യുദ്ധത്തിൽ ഏർപ്പെടുകയാണ്. ആരുമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായിട്ട് അതിർത്തിയിൽ പാകിസ്ഥാൻ സൈന്യം നമ്മുടെ പോസ്റ്റുകൾക്ക് നേരെ വെടിവെക്കുമ്പോൾ തിരിച്ചടിക്കാനായിട്ട് നിയോഗിക്കപ്പെട്ട സൈനികരാണിവർ. ഈ സൈനികരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വലിയ എണ്ണമോ വലിയ തോതോ ഒന്നുമില്ല, ഒരു ഒറ്റപ്പെട്ട പോസ്റ്റാണ്. ആ പോസ്റ്റിന് നേരെയാണ് പാകിസ്ഥാനിൽ നിന്ന് ആക്രമണം ഉണ്ടാകുന്നത്. ഇവർ കർശനമായിട്ട് കൃത്യമായി തിരിച്ചടിക്കുന്നു. ഇപ്പോൾ നമ്മുടെ സൈന്യത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ UPA ഭരണകാലത്തെ പോലെ ഓർഡറിന് വേണ്ടിയിട്ട് ഡൽഹി എന്നുള്ള ഓർഡർ കിട്ടിയാൽ തിരിച്ച് ഫയർ ചെയ്യാൻ പറ്റൂ എന്നുള്ള നിലയ്ക്കല്ല. എവിടെ എങ്ങനെ ഒരു ആക്രമണം വന്നോ നിങ്ങൾക്ക് തീരുമാനിക്കാം. ആ സൈനിക പോസ്റ്റിലുള്ള ഉദ്യോഗസ്ഥന് ഇല്ലെങ്കിൽ ജവാന് തീരുമാനിക്കാം എങ്ങനെ തിരിച്ചടിക്കണമെന്ന്. അത്ര ലളിതമാണോ? അത്ര ലളിതമാണ്. ഇപ്പോൾ സൈനികരിൽ തന്നെ മേലുദ്യോഗസ്ഥരുടെ ഓർഡറിന് വേണ്ടി ഒന്നിനും വേണ്ടി കാത്തു നിൽക്കേണ്ടതില്ല. അവിടെ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ജവാന് കൃത്യമായ മറുപടി കൊടുക്കാനുള്ള അധികാരം ഇപ്പോൾ രാജ്യം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവർ ഫയർ ചെയ്തു. അവിടുന്ന് മെഷീൻ ഗണ്ണിനാണ് ഫയർ ചെയ്യുന്നത്. ഇവിടെ നിൽക്കുന്ന സൈനികർ 2-3 പേരേ ഉള്ളൂ. അവർ വിചാരിക്കാം റോക്കറ്റ് ലോഞ്ചർ തിരിച്ചടിക്കാന്ന് വിചാരിച്ച് തിരിച്ചടിച്ച് തന്നെ. അത് അവരുടെ ചോയ്സാണ്, അവർക്ക് തീരുമാനിക്കാം. സൈന്യത്തിന് അങ്ങനെ ഒരു അധികാരം സർക്കാർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇങ്ങോട്ട് അടിച്ചാൽ എങ്ങനെ വേണോ തിരിച്ചടിച്ചു എന്നുള്ളത്. പണ്ട് അത് പറ്റില്ലായിരുന്നു. അവർ ഇങ്ങോട്ട് അടിച്ചാൽ അതേ അമ്യുനേഷൻ വെച്ചേ തിരിച്ചടിക്കാവൂ, ഇല്ലെങ്കിൽ അത് ഓർഡറിന് വെയിറ്റ് ചെയ്യണം. ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ അതിനു മുമ്പും സർക്കാർ കൊടുത്തിരിക്കുന്ന ഓർഡർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, ഇവിടെ ഓർഡറിന് വേണ്ടി കാത്തിക്കട്ടെ, എങ്ങനെയാണ് അവർ അടിച്ചത് അതുപോലെ തിരിച്ചടിക്കുക. അപ്പൊ പാകിസ്ഥാൻ സൈനികർ ഇങ്ങോട്ട് വെടിവെക്കുന്ന തോതൊക്കെ കുറഞ്ഞിട്ടുണ്ട് വലിയ തോതിൽ. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാവൻ എന്ന് പറയുന്നതാണ് ഈ 10 വയസ്സുകാരന്റെ പേര്. ഷാവൻ എന്താണ് ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോൾ ഇവന്റെ ഗ്രാമത്തിന് തൊട്ടടുത്ത ഗ്രാമമായ താരാവാലി എന്ന് പറയുന്ന അതിർത്തി മേഖലയിൽ, ഇവന്റെ ഗ്രാമത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം തന്നെയാണ്, അവിടെ പോസ്റ്റ് ചെയ്തിരിക്കുന്ന സൈനികർ ഈ പറയുന്ന ദിവസങ്ങളായിട്ട് അതിർത്തിയിൽ എൻഗേജ്ഡ് ആയിരിക്കുമല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യണം, ഫയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നടക്കുകയാണ്. അപ്പൊ റേഷനൊക്കെ കിട്ടുന്നതൊക്കെ കമ്മിയായിരിക്കും. പെട്ടെന്ന് വെള്ളമൊക്കെ ചൂടുവെള്ളം കുടിക്കാനോ ഇല്ലെങ്കിൽ ഇത് രാവിലെ നല്ല തണുപ്പും പകല് ഭയങ്കര ചൂടുമായിട്ടുള്ള ഒരു സമയത്താണ്, ഈ പറയുന്ന ഏപ്രിൽ മാസത്തിലാണ് ഈ സ്വാഭാവികമായിട്ട് ഈ പറയുന്ന ഫയറിങ് നടക്കുന്നത് എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ചെറിയ തണുപ്പൊന്ന് വിട്ട് ചൂടിലേക്ക് മാറുന്ന ഒരു ഘട്ടത്തിലാണ് ഈ പറയുന്ന ഇത് ഫയറിങ് നടക്കുന്നത്. അപ്പോൾ അവിടെ ചൂടും കാലാവസ്ഥയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കുട്ടി എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവൻ്റെ ഒരു ഫ്ലാസ്ക് എടുത്തിട്ട്, അവൻ്റെ പടമുണ്ട്, ചിത്രമുണ്ട്, നമുക്കത് കാണിക്കാൻ കഴിയും. അതായത് ഇവൻ ഒരു ഫ്ലാസ്ക് എടുത്ത് അതിൽ ചായ നിറച്ച് ഈ സൈനികർക്ക് കൊണ്ടു കൊടുക്കുകയാണ്. ഒരു 10-15 ചായ വരുന്ന ഒരു ഫ്ലാസ്ക് എടുത്തിട്ട് അതിൽ കൊണ്ടുപോയി ഈ പറയുന്ന ആളുകൾക്ക്, സൈനികർക്ക്, അവിടെ ജോലി ചെയ്യുന്നവർക്ക് കൊടുക്കുന്നു. ലഘുഭക്ഷണങ്ങൾ കൊടുക്കുന്നു. അതുപോലെ തന്നെ ചൂട് സമയത്ത് ഐസും ലസ്സിയും. ലസ്സി അവൻ പഞ്ചാബിയാണല്ലോ, സ്വാഭാവികമായിട്ട് വീട്ടിൽ പശു ഉണ്ടാവും. അവിടെ നിന്ന് കറന്നെടുത്ത ഈ ബട്ടർ മിൽക്ക്, അതായത് ഈ പറയുന്ന മോര് എടുത്തുകൊണ്ട് ചെന്നിട്ട് അവർക്ക് ലസ്സിയാക്കി, അല്ലെങ്കിൽ ഈ പറയുന്ന നല്ലൊരു ലസ്സി തയ്യാറാക്കി കൊണ്ടുവന്ന് ഇവർക്ക് കൊടുക്കുന്നു. ഒപ്പം ലഘുഭക്ഷണങ്ങളും വിതരണം ചെയ്തു. അവൻ ഇത് ഒരു തവണയല്ല ചെയ്തത്, ഒരു ദിവസമല്ല ചെയ്തത്. ഇവൻ നിരന്തരമായി, ഇവന് അവധിക്കാലമായിരുന്നത് കൊണ്ട് തന്നെ ഇവൻ നിരന്തരമായി ഇത് ചെയ്തുകൊണ്ടിരുന്നു. സൈനികർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവൻ ഒരുക്കി കൊടുക്കുന്നു, ലഘുഭക്ഷണം എത്തിക്കുന്നു, അവർക്കൊപ്പം നിൽക്കുന്നു. ഇത് എവിടെയാണ് എന്നുള്ളത് ആലോചിക്കണം. വെടിയുണ്ടുകൾക്കിടയിലൂടെയാണ്. അതായത് ഷെല്ലിങ് നടക്കും ഈ മേഖലയിലൊക്കെ. ചിലപ്പോൾ ഷെല്ലിങ് നടന്നേക്കാം, ചിലപ്പോൾ വെടിയുണ്ടകൾ ഈ പറയുന്ന ഗ്രാമങ്ങളിലെ വീടുകളുടെ ഭിത്തി തുളച്ചേക്കാം. ആ ഒരു സാഹചര്യത്തിലാണ് ഈ പറയുന്ന 10 വയസ്സുകാരൻ വെടിയുണ്ടകളെ അവഗണിച്ച് സൈനികർക്ക് ലഘുഭക്ഷണവും ലസ്സിയും ഐസും പാലും ചായയും ഒക്കെ ആയിട്ട് ചെല്ലുന്നത്. അവർക്ക് വലിയ സന്തോഷമായി.
സൈനികർക്ക് അവർക്കൊപ്പം അവർ ഈ പറയുന്ന ഇതിന്റെ പ്രത്യേകത മറ്റൊന്നു കൂടിയുണ്ട്. ഈ പറയുന്ന ആഹാരമോ പാനീയമോ കൊണ്ട് കൊടുക്കുന്നത് മാത്രമല്ല, ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് എന്ന് പറയുന്ന സൈനികർക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ പിന്തുണയും മോറൽ സപ്പോർട്ടുമാണ്. ഇന്ത്യയിലെ ജനങ്ങൾ, സാധാരണക്കാരായ ഞങ്ങൾ, കർഷകരായ ഞങ്ങൾ, വിദ്യാർത്ഥികളായ ഞങ്ങൾ, കുട്ടികളായ ഞങ്ങളുടെ സൈന്യത്തിനൊപ്പമാണ്. ഞങ്ങളുടെ രാജ്യത്തിന്റെ പരമാധികാരത്തിനും സുരക്ഷയ്ക്കും ഒപ്പം നിൽക്കാൻ ഞങ്ങൾ ത്യാഗസന്നദ്ധരാണ് എന്ന് ഒരു 10 വയസ്സുകാരൻ സൈന്യത്തോട് വിളിച്ചു പറയുകയാണ്. ആ പറയുന്ന ഊർജത്തിൽ ആ നിൽക്കുന്ന സൈനികന്റെ വർദ്ധിത വീര്യം ഇരട്ടിയാകും. അത് രാജ്യത്തിന്റെ ഏറ്റവും വലിയ കരുത്തായിട്ട് മാറും. അപ്പൊ അതിന്റെ പിന്തുണയാണ് ഈ 10 വയസ്സുകാരൻ ഈ താരാവാലി എന്ന് പറയുന്ന ഗ്രാമപ്രദേശത്ത് മംദോട്ട് എന്ന് പറയുന്ന ഗ്രാമത്തിലെ കുട്ടി ചെയ്തിരിക്കുന്നത് എന്നുള്ള നിസ്സാര കാര്യമല്ല. അപ്പൊ സൈന്യം ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചു, ദിവസങ്ങൾ കടന്നുപോയി, കൃത്യമായ നിർണായക ഘട്ടങ്ങളിലൂടെ എല്ലാം രാജ്യം കടന്നുപോയി. സൈനികർക്ക് കിട്ടിയ ഈ വലിയ പിന്തുണയുടെ കാര്യം അവരുടെ സൈനിക യൂണിറ്റുകളിൽ അറിയിക്കുന്നു. യൂണിറ്റുകൾ അത് കമാൻഡുകൾക്കും ബറ്റാലിയനും കമാൻഡുകൾക്കും എല്ലാം കൈമാറുന്നു. ഇവര് ഇതിനെപ്പറ്റി അന്വേഷിക്കുന്നു, ഈ കുട്ടിയെപ്പറ്റി അന്വേഷിക്കുന്നു. കുട്ടി ഒരു സാധാരണക്കാരനായ കർഷകന്റെ മകനാണ് എന്നുള്ളത് ഇവർ തിരിച്ചറിയുന്നു. അപ്പോൾ സൈന്യം എന്നിട്ട് എന്താണ് ചെയ്തത്? സൈന്യം നേരെ ഈ കുട്ടിയുടെ പഠന ചെലവെല്ലാം ഏറ്റെടുത്തു. അവൻ ഇനി പഠിക്കുന്നത് മുഴുവൻ കരസേനയുടെ ചെലവിലാണ് എന്നുള്ളതാണ്. അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം സൈന്യത്തിൽ ചേരുക, ഒരു സൈനികരാവുക എന്നാണ്. അവന്റെ ഈ തലയിൽ പഞ്ചാബിയിൽ വയ്ക്കുന്ന ഇതൊക്കെ തലപ്പാവൊക്കെ വെച്ചിട്ടാണ് അവൻ നിൽക്കുന്ന ഫോട്ടോയൊക്കെ ഉണ്ട്. അവൻ പഠനോപകരണങ്ങളൊക്കെ സ്വീകരിക്കുന്ന, അവൻ മുടി ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നതിൻ്റെയൊക്കെ. അപ്പോൾ അത്തരം ഈ പറയുന്ന അത്രയും മാനസികമായിട്ടുള്ള ഒരു ദീർഘവീക്ഷണത്തോടു കൂടി അവൻ നിൽക്കുന്നത്. തലമൂത്ത കിളവന്മാർ അവിടെ ഖലിസ്ഥാൻ വേണമെന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുമ്പോഴാണ് ഈ 10 വയസ്സായ ഒരു കുട്ടി ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി അവിടെ കാണിക്കുന്നത് നിങ്ങളുടെ പ്രസക്തമാണ്. അതെ, അതായത് രാജ്യത്തിന്റെ മൊത്തം ജനസംഖ്യയുടെ 2% സിഖുകാരുള്ളൂ. പക്ഷേ ഈ പറയുന്ന രാജ്യത്തിന്റെ സൈന്യത്തിന്റെ 10% സിഖുകാരാണ്. അതാണ് അവരുടെ ദേശസ്നേഹമാണ്. അത് ഒരു കുടുംബത്തിൽ നിന്ന് ഒരു സൈനികർ ഉറപ്പാണ്. ഏറ്റവും കുറഞ്ഞതാണ്. ഇപ്പൊ ഞാൻ വിവാഹിതനായി, എനിക്ക് മക്കളുണ്ടായെങ്കിൽ എൻ്റെ മക്കളിൽ ഒരാൾ പഞ്ചാബിലാണെങ്കിൽ ഒരാൾ സൈനികനായിരിക്കും, നിർബന്ധമാണ്. ഒരാൾ സൈനികനായിരിക്കും, ഉറപ്പാണ്. അപ്പൊ എല്ലാ വീടുകളിൽ നിന്നും ഒരാൾ സൈനികനായിരിക്കും എന്നുള്ളത് ഉറപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അത് സിഖുകാരുടെ രക്തഗുണത്തിലുള്ളതാണ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന കുടുംബത്തിലെ തനിക്ക് നാടിനെ സംരക്ഷിക്കുക എന്നുള്ളത്. അതെ, അപ്പൊ തനിക്ക് സൈന്യത്തിൽ ചേരണമെന്നാണ് ഈ കുട്ടിയുടെ ഏറ്റവും വലിയ ആഗ്രഹം. ഈ കഴിഞ്ഞ ശനിയാഴ്ച ദിവസമാണ് വെസ്റ്റേൺ കമാൻഡ് ജനറൽ ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് ലഫ്റ്റനന്റ് ജനറൽ മനോജ് കുമാർ കത്തിയാർ ഷാവനെ ആദരിച്ച് അവന്റെ പഠനോപകരണങ്ങളൊക്കെ കൊടുത്തിട്ട് നിന്റെ ഈ പറയുന്ന ത്യാഗോജ്വലമായിട്ടുള്ള സേവനത്തിന് സൈന്യം നന്ദി പറഞ്ഞു. അംഗീകാരവും പിന്തുണയും രാജ്യത്തിന്റെ നിശബ്ദ നായകരെ ഓർമ്മിപ്പിക്കുന്നതാണ്. രാജ്യത്തിന്റെ നിശബ്ദരായ നായകർ, അവരെ ഓർമ്മിപ്പിക്കുന്നതാണെന്ന് സൈന്യം പറഞ്ഞു. അതായത് ഈ കുട്ടി ഒരു നിശബ്ദ നായകനാണ്. അവൻ രാജ്യത്തിന്റെ മൊത്തം ജനങ്ങളുടെയും പ്രതിനിധിയാണ്. അവനൊന്നും കാംക്ഷിച്ചിട്ടല്ല, തൻ്റെ നാട്ടിൽ ഗ്രാമത്തിൽ വന്ന് നിൽക്കുന്ന സൈനികർക്ക് എത്തിക്കേണ്ട സഹായം എത്തിക്കുക എന്ന് പറയുന്ന ഏറ്റവും പ്രാഥമികമായ തൻ്റെ ഉത്തരവാദിത്വം അവൻ ചെയ്തു. അവൻ്റെ ഏറ്റവും കുട്ടിയുടെ ബോധത്തിൽ നിന്നുകൊണ്ട്. നമുക്കറിയാം, സൈനികരെ ഇങ്ങനെ ഒരുപാട് മേഖലകളിൽ സഹായിക്കുന്ന, നിരന്തരം അവരോടൊപ്പം പ്രവർത്തിക്കുന്ന ആൾക്കാർ നമ്മുടെ രാജ്യത്തുണ്ട്. നിസ്വാർത്ഥമായ സേവനം ചെയ്യുന്ന ഈ കുട്ടിക്ക് ഈ സൈന്യം ആർക്ക് വേണ്ടിയാണ് അവിടെ വെടിയുതിർക്കുന്നത് എന്നുള്ള ഒരു ബോധത്തിൽ നിന്നാണ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ പ്രതിപക്ഷത്തിന്, അതായത് ലോക്സഭയിലെ പ്രതിപക്ഷത്തിന് ഇല്ലാതെ പോയത്. എത്ര ബഹുമാനം വീണു എന്നൊക്കെ ചോദിക്കുന്നതിന്റെ ഔചിത്യബോധം ഇല്ലായ്മ എന്ന് പറയുന്നതാണ്. രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് നമ്മളുടെ എത്ര ബഹുമാനം വീണു, നമ്മളുടെ എത്ര സൈന്യം എന്തുകൊണ്ട് ഉത്തരം പറയുന്നില്ല, സൈന്യം എന്തുകൊണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. ഇവിടെ ഈ കുട്ടി കാണിക്കുന്ന പക്വത പോലും രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കില്ല എന്നുള്ളത് ഏറെ പ്രസക്തമാണ്. എന്തായാലും ഷാവൻ എന്ന് പറയുന്ന സിഖ് ബാലനെ ഇന്ന് രാജ്യം ആദരിക്കുന്നു, രാജ്യം ബഹുമാനിക്കുന്നു, സൈന്യം അവനെ ആദരിക്കുന്നു. നമ്മളെല്ലാവരും അവന്റെ ധീരതയ്ക്ക് മുന്നിൽ കടപ്പെട്ടിരിക്കുന്നു. അവൻ നാളത്തെ ഇന്ത്യയുടെ ഏറ്റവും വലിയ വാഗ്ദാനമാണ്. അധിക കാലമൊന്നും പോട്ടെ, 8 വർഷം കഴിയുമ്പോൾ അവൻ സൈന്യത്തിന്റെ ഭാഗമായിരിക്കും. 18 വയസ്സാകുമ്പോൾ ഉറപ്പായിട്ടും സൈന്യത്തിന്റെ പ്രധാനപ്പെട്ട ഒരു യൂണിറ്റിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവൻ സിഖുകാരനാണ്, അവന് ഉറച്ച മനസ്സുള്ളതാണ്. ആ ധീരതയെ നമ്മളെല്ലാവരും ആദരിക്കുന്നു.